ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാറിട്ടാണ് വന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ഒരുവിധം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇരുമ്പാമ്പുളി. അതുകൊണ്ട് അച്ചാറിടാൻ പോവുകയാണേ. അപ്പോൾ ഞാനതൊന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കടുകൊക്കെ ഒന്ന് പൊട്ടി നന്നായി സെറ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചില ആൾക്കാർക്കൊന്നും ഇരുമ്പമ്പുളി അച്ചാറിട്ട് അധികം ഇഷ്ടമല്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ, നല്ല അടിപൊളി തന്നെയാണ് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് സുറുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സുറുക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ എത്ര വേണ്ടിച്ചാൽ നോക്കിയിട്ട് അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സുറുക്കയിലേക്ക് ഞാൻ 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ശർക്കരയാണ് കേട്ടോ, അധികം വേസ്റ്റേജ് ഒന്നും ഉള്ളതല്ല. പിന്നെ ഉരുക്കിയിട്ട് ഒഴിച്ചാൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് നാശമാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് ഞാൻ അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തുട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തുട്ടാ. എത്രത്തോളം ഉപ്പാണ് വേണ്ടത് നോക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇരുമ്പാമ്പുളിയൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതും സെറ്റായി നല്ല ഗ്രേവി ടൈപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മൾ ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇരുമ്പാമ്പുളി എന്നാണ് പറയുക, പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതാണ് ഈ കളർ മാറ്റം. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളം ഉണ്ടായിരുന്നിട്ട് അത് നമുക്ക് അച്ചാറിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലാണ് എനിക്ക് വീഡിയോസായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഉപ്പ് കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊന്ന് ഇളക്കി നല്ലൊന്ന് മിക്സായിട്ട് എല്ലായിടത്തേക്കും അതിൻ്റെ മസാല ഒക്കെ പിടിച്ച് വരട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമാവും. ഒരു വെറൈറ്റി അച്ചാർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇരുമ്പാമ്പുളി അച്ചാറൊന്നും തോന്നില്ല കേട്ടോ. എന്തായാലും ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ തലേ ദിവസം തന്നെ ഇരുമ്പാമ്പുളി ഉപ്പൊക്കെ തിരുമ്പി വെച്ച കാരണം ഇരുമ്പാമ്പുളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മൾ അച്ചാർ, നല്ലൊരു കളർഫുള്ളായിട്ടില്ലേ, നല്ലൊരു പ്രത്യേക റെഡ് കളറായിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇരുമ്പാമ്പുളി ഉണ്ടാക്കി വെക്കൂ. ഇപ്പോൾ നമ്മൾ ഇരുമ്പാമ്പുളിയുടെ സീസണാണല്ലോ, ഇപ്പോൾ എല്ലായിടത്തും നല്ലോണം ഉണ്ടാവും. ചില ആൾക്കാരൊന്നും അതിൻ്റെ ഉപയോഗം അറിയാത്ത കാരണം വേസ്റ്റാക്കി കളയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് വെക്കൂട്ടാ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.